മുരിങ്ങയില വെച്ച് ഇത്രയും സൂപ്പറായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അടിപൊളി ടേസ്റ്റിലാണ് ഈ കറി. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ പരിപ്പ് നേരത്തെ നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇത് എളുപ്പത്തിന് വേണ്ടിയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. പിന്നെ നമ്മൾ മുരിങ്ങയില നോക്കി എല്ലാം അടത്തി വെച്ചു. പിന്നെ പരിപ്പ് നമ്മൾ കുക്കറിലോട്ട് വെച്ച് 3 വിസിൽ, ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് 3 വിസിലടിക്കാൻ വെച്ചു. നമ്മുടെ കുക്കർ ഇപ്പം ആദ്യത്തെ വിസിലടിച്ചു. അങ്ങനെ നമുക്ക് 3 വിസിലടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവയാണ്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതേ നോക്കിയേ, ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ നല്ലതായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ കുക്കർ തുറന്ന് നമ്മുടെ പരിപ്പ് എന്തായെന്ന് നമുക്ക് നോക്കാം. പരിപ്പ് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം പരിപ്പ് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചതെല്ലാം കൂടെ ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാം. മിക്സിയുടെ ജാറിലുള്ളതെല്ലാം കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി അതിലോട്ട് ഒഴിക്കുന്നു. പിന്നെ നമ്മൾ ഗ്യാസിലോട്ട് വെച്ച് ഇതൊന്ന് ഒത്തിരി തിളയ്ക്കേണ്ട, അത്യാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി സിമ്മിലിട്ട് തീ കൊടുത്ത് നമ്മൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ ഒത്തിരി വെള്ളം പോണക്ക് നമുക്ക് വേണ്ട, കുറുകിയിരിക്കുന്ന പരിവാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ ഒത്തിരി തിളയ്ക്കാൻ പാടില്ല. നമ്മളപ്പോൾ ചുറ്റിച്ച് ഇളക്കി ഒന്ന് കൊടുക്കണം തവി വെച്ച്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം ഇട്ട് കൊടുക്കുക. നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുത്തൊരു 2-3 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം. കാരണം നമ്മുടെ മുരിങ്ങയില ഒന്ന് വേവണമല്ലോ. മുരിങ്ങയിലയ്ക്ക് ഒത്തിരി വേവൊന്നുമില്ല, എന്നാലും നമ്മൾ ഒന്ന് ഇച്ചിരി വേവാനായിട്ട് നമ്മൾ 2-3 മിനിറ്റ് തിളപ്പിച്ചു. സിമ്മിലിട്ടാണ് തിളപ്പിക്കണത്. ഇതിന് ശേഷം നമ്മൾ വേറൊരു ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് താളിച്ച് ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നമ്മൾ കടുക് താളിച്ച് ഇതിലോട്ട് ഒഴിച്ചു. നമുക്ക് നമ്മുടെ പരിപ്പ് കറി
പരിപ്പിട്ട മുരിങ്ങയില കറി സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അത്രയ്ക്ക് ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളുണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം.